ഉൾവെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. വെട്ടം പരത്തി ജീവിക്കുന്ന അധ്യാപകരുടെ ജീവിതത്തിലേക്ക് നമുക്കിന്ന് സഞ്ചരിക്കാം. അവർ പകർന്നു തരുന്ന ഉൾവെട്ടത്തെ ധ്യാനമാക്കി മാറ്റാം. സുന്ദരമായ ഉറുദു പാട്ടുണ്ട്, ഗുരു ബിൻ ജ്ഞാൻ നഹി. ഗുരുവില്ലാതെ ജ്ഞാനമില്ല, ഗുരു പരബ്രഹ്മ എന്നൊക്കെയാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആൾരൂപങ്ങൾ പോലെയാണ് ഗുരുക്കൾ. മാതാപിതാ ഗുരു ദൈവം എന്ന് കുട്ടിക്കാലത്ത് നമ്മളും പഠിച്ചിട്ടുണ്ട്. ശരിക്കും പണ്ട് ഗുരുക്കന്മാരോട് കാട്ടിയിരുന്ന ആദരവ് ഇന്നത്തെ തലമുറക്ക് ഉണ്ടോ എന്നൊരു സംശയം, ഒരുപക്ഷെ സംശയം മാത്രമാകാം, അതെൻ്റെ ഉള്ളിലുണ്ട്. ഒരു യുവാവ് ജ്ഞാനം തിരഞ്ഞ് വീടും നാടും വിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വഴിയിൽ വെച്ച് ഒരു ജ്ഞാനിയായ ഗുരുവിനെ കണ്ടെത്തി. ഗുരു ചോദിച്ചു, നീ എവിടെ പോകുന്നു? അവൻ പറയുന്നു, നാടും വീടും ഊരും വേരും എല്ലാം പറിച്ചു മാറ്റി ജ്ഞാനം തിരഞ്ഞ് ഞാൻ പോവുകയാണ്, അകലേക്ക് ഞാൻ യാത്ര നടത്തുകയാണ്. ഗുരു അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വെൻ ഇൻ ഫാക്ട് ദ ട്രഷർ ഹൗസ് ഈസ് വിതിൻ യു, വൈ ഡു യു സെർച്ച് ഔട്ട്സൈഡ്? നിധിപ്പുര അകത്തായിരിക്കുമ്പോൾ നിധി തേടി എന്തിനാ പുറത്തലയുന്നത്? നല്ല ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് തന്നെയാണ്. നിധിപ്പുര അകത്തായിരിക്കുമ്പോൾ നിധി തേടി പുറത്തു പോകുന്നത് എന്തിനാണ്? വൺ ഹൂ ലുക്സ് ഇൻസൈഡ് അവേക്കൻസ്, വൺ ഹൂ ലുക്സ് ഔട്ട്സൈഡ് ഡ്രീംസ്. അകത്തേക്ക് നോക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുക മാത്രം ചെയ്യുന്നു. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് നല്ല ഗുരു എന്ന് പറയുന്നത്. മൈക്കൽ ആഞ്ചലോ അയാളുടെ സുഹൃത്തിനോടൊപ്പം യാത്ര നടത്തുകയാണ്. ഒരു കരിങ്കല്ല് കണ്ടെത്തി. ആരും ഉപേക്ഷിച്ച് കളഞ്ഞ കരിങ്കല്ലാണ്. സാധാരണ വൈറ്റ് മാർബിളിലാണ് അവർ കൊത്തുപണികൾ നടത്തുക. ഇതൊരു കരിങ്കല്ല്. അദ്ദേഹം അത് എടുത്തു. എന്നിട്ട് ആരുടെയൊക്കെ സഹായത്തോടു കൂടി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കരിങ്കല്ലല്ലേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഉപേക്ഷിക്കപ്പെട്ടതാവാം, മറ്റുള്ളവർക്ക് അത് ഉപേക്ഷിക്കപ്പെട്ടത്, പക്ഷെ എനിക്കത് അമൂല്യമാണ്. കാരണം അതിനകത്തൊരു മാലാഖ. ഇദ്ദേഹം സ്റ്റുഡിയോയിൽ ദിവസങ്ങളോളം കൊത്തുപണി ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ സുഹൃത്തിനെ അമ്പരപ്പെടുത്തിക്കൊണ്ട് അതിസുന്ദരമായ ഒരു മാലാഖയുടെ രൂപം മൈക്കൽ ആഞ്ചലോ മെനഞ്ഞെടുത്തിരിക്കുന്നു. ആകാശത്തേക്ക് കണ്ണും നട്ട് പറന്നുയരാൻ കൊതിച്ചു നിൽക്കുന്ന പോലെ ഒരു മാലാഖ. എല്ലാ ഉപേക്ഷിക്കപ്പെട്ട കല്ലിലും പറക്കാൻ വെമ്പുന്ന ഒരു മാലാഖയുണ്ട്. അതാണ് മൈക്കൽ ആഞ്ചലോ സുഹൃത്തിന് നൽകിയ സന്ദേശം. നല്ല ഗുരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ടീച്ചർമാർ മുൻബെഞ്ചിൽ നിന്നും പിൻബെഞ്ചിലേക്കാക്കുകയും പിൻബെഞ്ചിൽ നിന്നും മുൻബെഞ്ചിലേക്കാക്കുകയും ചെയ്യുന്നവരൊക്കെയാണ്. ചില ടീച്ചർമാരുണ്ട് മുൻബെഞ്ചിലുള്ള കുറച്ച് സ്റ്റുഡൻസിനെ നല്ല നന്മയുള്ള ബുദ്ധിയുള്ള കോമളത്വമുള്ള സുന്ദരന്മാരായ സുന്ദരികളായ ആ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയിരിക്കും. പിൻബെഞ്ചിലെ ആളുകൾ പിന്നിലാക്കപ്പെട്ടവരാണ്. ഉഴപ്പന്മാർ, വല്ലാത്തവർ, ചീത്തയാളുകൾ, അവർ ശ്രദ്ധിക്കില്ല. ഒരു പക്ഷെ ആ പിൻബെഞ്ചിലെ ആളുകളെ അല്പമൊന്ന് മുൻബെഞ്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. പിൻബെഞ്ചുകാർ പിന്നിലാക്കപ്പെട്ടവരായി എന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ടീച്ചേഴ്സ് അവരോട് അല്പം കൂടി കരുണ കാട്ടാതിരുന്നതാവാം. അങ്ങനെയും ജീവിതത്തിൽ സംഭവിക്കാമല്ലോ. ഇപ്പോൾ ടീച്ചർമാർ ചെയ്യുന്ന സേവനം നിസ്സാരമൊന്നുമല്ല. വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, 2 തരം ടീച്ചേഴ്സുണ്ട്. ഒന്നാമത്തെ ടീച്ചേഴ്സ് ചെല്ലുന്നിടത്തൊക്കെ ദീപം കൊളുത്തി വെക്കും ഹൃദയങ്ങളിൽ. രണ്ടാമത്തെ ടീച്ചേഴ്സ് ഉള്ള ദീപങ്ങളൊക്കെ കെടുത്തിക്കളയുന്ന ടീച്ചേഴ്സും ഉണ്ട്, കൊളുത്തി വെക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർ സ്വയം ചോദിക്കണം, വഴിനീളെ ദീപങ്ങളായ ദീപങ്ങളൊക്കെ കൊളുത്തി വെക്കുന്ന ആളാണോ, ഉള്ള ദീപങ്ങളൊക്കെ കെടുത്തിക്കളയുന്ന ആളാണോ? ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മാർത്ഥമായിട്ട് മുഖക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, ഉത്തരം സ്വയം കണ്ടെത്തുക. ഒരുപക്ഷെ ചില ടീച്ചർമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ദൃശ്യമാകാതിരുന്ന ഭൂപടങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. അവരുടെ ഉള്ളിലേക്ക് തന്നെ
ആരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് ക്രിസ്റ്റഫർ കൊളംബസ് വി മസ്റ്റ് മേക്ക് അഡ്വഞ്ചറസ് ജേർണി ഇൻ ടു അവർ സെൽസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡാർക്ക് കോണ്ടിനെൻറ്റ്സ് വിതിൻ അവർ സെൽസ്. ക്രിസ്റ്റഫർ കൊളംബസിനെ പോലെ അകത്തെ നിഗൂഢമായിട്ടിരിക്കുന്ന കണ്ടെത്തപ്പെടാത്ത ഭൂഖണ്ഡങ്ങൾ തേടി നമ്മളൊരു സാഹസിക യാത്ര നടത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കുഞ്ഞിനെ ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. പ്ലേറ്റോ പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങളുള്ളവരായിരിക്കണം, സാഹസിക മൈൻഡുള്ളവരായിരിക്കണം, നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടെത്താത്ത ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തണം. ഇത് തന്നെയാണ് നല്ല ടീച്ചർമാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ഒരു പ്ലഷർ ട്രിപ്പിന് എന്നതിനേക്കാൾ ഉപരി ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടിയാണ് അവരൊരുക്കുന്നത്. പ്ലഷർ അനുഭവങ്ങളൊക്കെ വേണം, തമാശകളും ചിരികളും കളികളും ഒക്കെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നവരാണ് നല്ല അധ്യാപകർ. ചൈനക്കാർ പറയും 3 തരത്തിലാണ് ടീച്ചർമാരുള്ളത്. സാധാരണ ആവറേജ് ടീച്ചേഴ്സ് ദേ ജസ്റ്റ് ടീച്ച്. കുറച്ചുകൂടി എക്സലൻ്റായ ടീച്ചേഴ്സ് ദേ ഡെമോൺസ്ട്രേറ്റ്. എക്സ്ട്രാ എക്സലൻ്റായ ടീച്ചേഴ്സ് ദേ ഇൻസ്പയർ. അതായത് വെറുതെ പഠിപ്പിക്കുന്നവരുണ്ട്, കൃത്യമായ ക്ലാസ്സിൽ കുറച്ചും കൂടി ഒരുങ്ങി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അതിനപ്പുറത്തേക്ക് ഓരോ ക്ലാസ്സും പ്രചോദനമാക്കി മാറ്റുന്നവരുണ്ട്. ഗ്രേറ്റ് ടീച്ചർ മസ്റ്റ് ബി എ ഗ്രേറ്റ് ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി. നിൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ സഹായിക്കുന്ന ആൾ. എജിക്കാരെ എന്ന പദത്തിൻ്റെ അർത്ഥം പുൾ ദ ബെസ്റ്റ് ഔട്ട് ഓഫ്, അതായത് നിങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ഭാവത്തെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ആളാണ് ടീച്ചർ. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ സ്കൂളുകളിൽ? അടഞ്ഞ പള്ളിക്കൂടം പോലെയാണ് പല കുട്ടികളും. അകത്ത് ജ്ഞാനവുമില്ല, വെട്ടവുമില്ല, ഇരുട്ടും അജ്ഞാനവും മാത്രം. ഈ അടഞ്ഞ പള്ളിക്കൂടങ്ങളിൽ കനം തൂങ്ങുന്ന മനസ്സോടുകൂടി ഉറക്കത്തിനും ഉണർവിനും ഇടയിൽ ചതഞ്ഞ് കെട്ടടങ്ങി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അവരിപ്പോൾ ഒന്നിനും വേണ്ടി അർത്ഥിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ചത്തുടങ്ങിയ പോലെയാണ് പല സ്കൂളുകളുടെയും അവസ്ഥ. നമ്മളുടെയൊക്കെ സ്കൂളുകളിൽ ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരു സാഹസിക യാത്ര നടത്തുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നല്ല അധ്യാപകർ. ഇപ്പോൾ ഹെലൻ കെല്ലറുടെ അധ്യാപികയാണല്ലോ അവരുടെ ജ്ഞാനത്തിൻ്റെ പാത വെട്ടി തുറന്നു കൊടുത്തത്. അവർ ഹെലൻ കെല്ലറോട് പറഞ്ഞു, 2-3 തരത്തിലുള്ള ആളുകളുണ്ട്. പാത്ത് ബ്രേക്കേഴ്സ് ഉണ്ട്, പാത്ത് ഫൈൻഡേഴ്സ് ഉണ്ട്, പാത്ത് മേക്കേഴ്സ് ഉണ്ട്. പാത്ത് ഫൈൻഡേഴ്സ് എന്ന് വെച്ചാൽ വഴി കണ്ടെത്തുന്നവരാണ്. അതായത് ആരൊക്കെയോ വെട്ടിയൊരുക്കിയ വഴി ഇവർ കണ്ടെത്തുന്നു. പാത്ത് ബ്രേക്കേഴ്സ് പഴയ വഴി അത്ര ശരിയല്ലെന്ന് തോന്നിയിട്ട് അവർ ആ വഴി അങ്ങ് മാറ്റിക്കളഞ്ഞു. 3ാമത്തെ ആളുകൾ പാത്ത് മേക്കേഴ്സാണ്. അവർ പാത വെട്ടിയൊരുക്കുകയാണ്. പാത്ത് മേക്കേഴ്സിനെ ഉണ്ടാക്കുന്നവരാണ് നല്ല ടീച്ചേഴ്സ്. അതായത് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ കണക്കുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ കണക്കുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഭാഷ പഠിപ്പിക്കുന്ന ആൾ സ്വന്തമായി സ്നേഹത്തിൻ്റെ ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് കൂടി കുഞ്ഞുങ്ങൾ പഠിപ്പിക്കണം. അപ്പം ക്ലാസ് ഒരു ഇട്ടാവട്ടത്തെ ക്ലാസ് ആയിരിക്കരുത്. അതിനപ്പുറത്തേക്കുള്ള വലിയ ഭൂമികയിലേക്ക് കുഞ്ഞിന് പറക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന, ചിറക് നൽകുന്ന, വിശാലം നൽകുന്ന ക്ലാസ്സായി മാറണം. അപ്പം ക്ലാസ് റൂം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആൽക്കമിസ്റ്റിൻ്റെ ഒരു ഇടമാണ്. എന്താണ് ആൽക്കമി എന്ന് പറയുന്നത്? വിലകെട്ടൽ ലോകത്തെ തനിത്തങ്കമാക്കി മാറ്റുന്ന പുരാതന ശാസ്ത്രമാണ് ആൽക്കമി. ആൽക്കമിസ്റ്റ് ആരാണ്? ഈ വിലകെട്ട ലോകത്തെ തനിത്തങ്കമാക്കി തൊട്ടുണർത്തുന്ന ആളാരാണോ അയാളാണ് ആൽക്കമിസ്റ്റ്. അപ്പം അങ്ങനെയുള്ള ആൽക്കമിയും ആൽക്കമിസ്റ്റുകളൊക്കെ ഉണ്ടാകണം സ്കൂളുകളിൽ. ചില അധ്യാപകർക്ക് അങ്ങനെയുള്ള സ്പർശമാണ്. തൊട്ടതൊക്കെ പൊന്നാക്കും. അവർ തൊട്ടവരൊക്കെ ആകാശത്തുള്ള ഉയരും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സോഫ്റ്റ് ആണെന്നൊന്നും നിർബന്ധമില്ല. ഈ പ്രചോദനമേകുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രകോപനമേകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രചോദനം തീർച്ചയായിട്ടും നൽകണം, ഇടയ്ക്ക് പ്രകോപനവും നൽകണം. ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ ടീച്ചർമാർക്ക് നൽകപ്പെടുന്നൊരു ഉപദേശമുണ്ട്, യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. കൈൻഡ് ആകാൻ ഇടയ്ക്ക് ക്രൂവലാകണം. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു പേഷ്യൻറ്റ്, ക്യാൻസറസ് രോഗമുള്ള ഒരു പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾ അയാളോട് ദയാർദ്രത കാണിച്ച് പുറത്ത് കുറേ തൈലം പൂശി വിട്ട് കഴിഞ്ഞാൽ അകത്ത് കോശങ്ങളെ മുഴുവൻ ക്യാൻസർ തിന്നു തീർക്കും.
സോ യു ഹാവ് ടു ബി ക്രൂവൽ ടു കട്ട് ഇറ്റ് ഓപ്പൺ. ക്രൂരതയോടുകൂടി നിങ്ങൾ ആ ശരീരം കീറിമുറിക്കണം, അകത്തുള്ള ക്യാൻസർ ബാധിതമായ ഭാഗങ്ങൾ ഇല്ലാതാക്കണം. എന്നാലേ അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരുള്ളൂ. അകത്ത് കെട്ടിക്കിടക്കുന്നത് പൊട്ടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൂരത വേണ്ടേ? അല്ല, നിങ്ങൾ ഭയങ്കര ദയാർദ്രതയുള്ള ആളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ലേപനങ്ങൾ പുരട്ടി പൊരുകയാണ്. അങ്ങനെ നിങ്ങൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. വളരെ സുന്ദരമായ ആഴമുള്ളൊരു പുസ്തകം രചയിതാവ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡിസ്റ്റർബർ ഓഫ് മൈ സ്ലീപ്പ്. എൻ്റെ ഉറക്കം കെടുത്തിയവന് സമർപ്പണം. എത്ര സുന്ദരമായ സമർപ്പണം നടക്കുക! എന്നെ ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തിയവൻ, എന്നെ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്തവന് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുകയാണെന്ന്. അതാണ് നല്ല പുസ്തകം, അതാണ് നല്ല ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളെ തട്ടി ഉണർത്തിയ ആളാരാണ്? വെറുതെ ആലോചിച്ച് നോക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കണ്ണടച്ച് ഉറക്കം നടിച്ച് ഉറക്കത്തിനും ഉണർവിനും ഇടയിലിങ്ങനെ കംഫർട്ട് സോണിൽ കിടക്കുന്ന നേരത്ത് ആരും വന്ന് തട്ടുണർത്തി ഇതെങ്ങനെ കിടന്ന് ജീവിതം നശിപ്പിക്കല്ലേ? ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ രക്ഷകനായി മാറിയിട്ടുള്ളത്. അയാൾക്ക് നന്ദി പറയണം. അയാളാണ് യഥാർത്ഥ ഗുരു. ഈശോ ഡിസ്റ്റർബർ ഓഫ് സ്ലീപ്പായിരുന്നു. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല, കാതുണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്നും വളരെ വിദൂരത്താണ് എന്ന് പറയുന്ന കർത്താവ്, എൻ്റെ ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് അലറുന്ന കർത്താവ്, നിങ്ങൾക്ക് വിശ്വാസം അല്പം പോലുമില്ലേ എന്ന് ചാലഞ്ച് ചെയ്യുന്ന കർത്താവ്, ആ കർത്താവ് ഡിസ്റ്റർബർ ഓഫ് സ്ലീപ്പായിരുന്നു. മാത്രമല്ല, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മെസ്സഞ്ചറും മെസ്സേജും ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഡിസ്റ്റർബൻസ് ആർക്കാ വരാതിരിക്കുക? ഇതുപോലെ ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടാകണം. നല്ല അധ്യാപകനെ കണ്ടിട്ട് ഒരു കുട്ടിക്ക് തോന്നണം ഇതുപോലെ വളരണം. ഒരു കൊടുമുടിക്ക് മറ്റൊരാൾ ഉപചാരം നൽകേണ്ടത് കൊടുമുടിയായി തീരാൻ സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെയൊക്കെ ശ്രമത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അങ്ങനെയൊക്കെയായി മാറുന്ന അധ്യാപകർ ധാരാളമായിട്ടുണ്ടാകുമ്പോൾ അതൊരു വലിയ പുണ്യമായിട്ട് മാറും. നമ്മളൊക്കെ സ്വപ്നം കാണുന്നതും ഇങ്ങനെയുള്ള അധ്യാപകർ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇനി കുട്ടികളുടെ ഭാഗത്തു നിന്നും നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരെ ദൈവതുല്യരായി കണക്കാക്കിയിരുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അധ്യാപകനെ കാണുമ്പോൾ ചാടി എഴുന്നേക്കും. ഇതൊക്കെ അധ്യാപകരോട് കാണിക്കുന്ന ആദരവായിരുന്നു. നമസ്തേ എന്ന് പറയുമ്പോൾ അങ്ങിലുള്ള സത്യത്തെ, സൗന്ദര്യത്തെ, അങ്ങിലുള്ള സ്നേഹത്തെ, ദൈവത്തെ ഞാൻ ആദരിക്കുന്നു എന്നാണ് പറയുന്നത്. നമസ്തേക്ക് അത്ര ആഴങ്ങളുണ്ട്, അഴകാഴങ്ങളുള്ളൊരു ജസ്റ്ററായിരുന്നു അത്. ഇന്നിപ്പോൾ നമസ്തേ പറയുന്നുണ്ടോ? ഗുഡ് മോർണിംഗിനും ഗുഡ് ആഫ്റ്റർനൂണിനും ഗുഡ് ഈവനിങ്ങിനും നമസ്തേയുടെ സൗന്ദര്യമൊന്നുമില്ല. ഇനി അധ്യാപകരോട് അങ്ങേയറ്റം ബഹുമാനം കാണിച്ചിരുന്ന ആ തലമുറ അറിയാതെ അന്യം നിന്ന് പോവുകയില്ല. ഞാൻ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുകയല്ല. സ്മാർട്ടാണ്, പല കാര്യങ്ങളിലും ഫാസ്റ്റാണ്, ബെസ്റ്റാണ്, ഫാസ്റ്റസ്റ്റാണ്, ശരിയാണ്, എല്ലാമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഓക്കെ അല്ലല്ലോ. ആദരവിൻ്റെ കാര്യത്തിൽ, അംഗീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യത്തിൽ അല്പം പറയലല്ലേ? ഇതിൻ്റെ ഒരു തോന്നലാണ്, പഴയ മനസ്സിൻ്റെ തോന്നലാകാം ഒരു പക്ഷേ. മാതാപിതാക്കളും ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? അധ്യാപകരെ എത്രത്തോളം റെസ്പെക്റ്റോടു കൂടി നോക്കിക്കാണണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ അഞ്ജനം എഴുതുന്ന അധ്യാപകർ, അതായത് കാഴ്ച കാണാൻ വേണ്ടി അഞ്ജനം എഴുതുകയാണ്, അവർക്ക് നന്ദിയോടുകൂടി കൈകൂപ്പി അവരുടെ മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ? ചില കുട്ടികളൊക്കെ തിരുത്താൻ ശ്രമിക്കുന്ന അധ്യാപകൻ്റെ കരണത്തടിക്കുന്ന കാഴ്ചകളുടെയൊക്കെ റീൽസുകളൊക്കെ നമ്മളുടെ ഇടയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ളവർ ആനന്ദിക്കുകയാണ്. കൊടുക്കട അടി, ഇടിക്കട, ചവിട്ടട എന്നൊക്കെയാണ് കമൻറ്റുകൾ. ഇതാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പേനയുണ്ട മോനെ എന്ന് കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുന്നു. പേനയില്ല സാറേ, പേന കത്തിയുണ്ട് എന്ന് മറുപടി. ഇതൊരു അവസ്ഥാന്തരമായി മാറിയിട്ടില്ലേ? ഇങ്ങനെയൊക്കെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപകർക്കും അധ്യാപനത്തിനും കുറച്ചുകൂടി പ്രസക്തി വരണം, കുറച്ചുകൂടി മാന്യത വരണം. അധ്യാപകർ അത് വൊക്കേഷനായി, ദൈവവിളിയായിട്ട് കാണണം. അത് വെറും ജോലിയായി കാണരുത്. കുട്ടികൾ അധ്യാപകരെ ദൈവത്തിൻ്റെ
ആൾ രൂപങ്ങളായി തന്നെ കണ്ടു തുടങ്ങണം. അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ കുറച്ചുകൂടി വിദ്യാഭ്യാസം വിശാലതയുടെ ഒരു രംഗവേദിയായി മാറും. അങ്ങനെ സംഭവിക്കട്ടെ. അതാണ് പ്രാർത്ഥന. അത് തന്നെയാണ് ആശംസയും ആശയും. ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നടക്കുന്നൊരു കാലഘട്ടമാണിത്. ശിക്ഷണത്തോടൊപ്പം ശിക്ഷ വേണമോ എന്ന ചോദ്യം വരുന്നുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നല്ല ശിക്ഷകൾ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. അന്നത്തെ അധ്യാപകരുടെ പഴമൊഴി എന്തായിരുന്നു? ചൊല്ലിക്കൊടുക്കുക, തല്ലിക്കൊടുക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അവരതിൽ തെറ്റൊന്നും കണ്ടിരുന്നില്ല. ആദ്യം ചൊല്ലിത്തരും, ചൊല്ലിത്തന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ തല്ലിത്തരും, തല്ലിത്തന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ തള്ളിക്കളയും. സത്യത്തിൽ നല്ല അടികൊണ്ടയാൾ ഒരുപാട് വളഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ കുളിപ്പിച്ച് കൊച്ചില്ലാതാകുന്നു എന്നൊരവസ്ഥയുണ്ട്. എൻ്റെ ചിന്തയാണ്, നമ്മൾ ടൂ സോഫ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്ത അവസ്ഥയാണ്. പിന്നെ അധ്യാപകർക്ക് ഭയങ്കര റെസ്ട്രിക്ഷനാണല്ലോ. വടി പാടില്ല, അടി പാടില്ല, കുറ്റം പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻ ഒരുപാട് വന്നതുകൊണ്ട് ഒരാളെ തിരുത്താനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, ബ്രിട്ടീഷ് കരിക്കുലത്തിൻ്റെ ആ മോട്ടോ യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ് അർത്ഥപൂർണ്ണമാണെന്ന്. അത് അർത്ഥപൂർണ്ണമാണ്. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠം, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാട്ടിത്തരുന്നൊരു പാഠമാണ് പരുന്ത് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന പാഠം. ഒരു അധ്യാപനത്തിൻ്റെ അതിസുന്ദരമായ ചിത്രമാണത്. പരുന്ത് ഏറ്റവും മൃദുവായ തൂവലുകൾ കൊണ്ടും ചില്ലകൾ കൊണ്ടും മറ്റുമാണ് കൂടൊരുക്കുന്നത്. പരുന്തിൻ്റെ കൂട് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരിടമാണെന്നാണ് പറയപ്പെടുന്നത്. ആ കംഫർട്ടബിളായ ഇടത്താണ് അത് മുട്ടയിടുക. പിന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ടാണ് അവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പതുക്കെ ചിറകിന് ബലം വരുന്നു, കാലുകൾക്ക് ബലം വരുന്നു, പറക്കാനുള്ള കപ്പാസിറ്റി വരുന്നു. അപ്പോഴാണ് പരുന്ത് യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ് എന്ന തത്വം സ്വീകരിക്കാൻ തുടങ്ങുന്നത്. പരുന്ത് വന്നിട്ട് ഈ കുഞ്ഞിനെ താഴേക്ക് തള്ളിയിടും. കുഞ്ഞ് പ്രാണഭീതിയോടുകൂടി ആ ചില്ലകളിൽ തൂങ്ങിക്കിടക്കും. ആ ചില്ലകളും പറിച്ചെറിഞ്ഞ് കളയും. അടുത്ത ചില്ലയിലേക്ക് പോവും, അതും പറിച്ചെറിഞ്ഞ് കളയും. ഈ ക്രൂരതയോടുകൂടി കൊത്തി താഴേക്കിടുകയാണ്. അവസാനം പാവം പരുന്തും കുഞ്ഞും മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് താഴത്തേക്ക് അങ്ങ് കൂപ്പ് കുത്തുന്നതിനിടയിൽ അവൻ മനസ്സിലാക്കും അവന് ചിറകുണ്ട്, ചിറകിന് ബലമുണ്ട്, പറന്നുയരാൻ കഴിവുണ്ട്. അവൻ കിതച്ചു പോയ അവൻ പിന്നെ കുതിക്കുന്നവനായി മാറും. കുതിച്ച് ഉയർന്ന് ആകാശത്തിൻ്റെ വിശാലതയിലേക്ക് അവൻ ചെല്ലും. പക്ഷികളുടെ രാജാവായി മാറുന്നത് അങ്ങനെയാണ്. അവൻ കൂട്ടിൽ തന്നെ കിടന്നിരുന്നെങ്കിൽ അവൻ പക്ഷികളുടെ രാജാവായി മാറില്ല. യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. ഇങ്ങനെയാണ് നല്ല അധ്യാപകർ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്. അങ്ങനെ പാഠം നൽകാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ബോധോദയം കുഞ്ഞുങ്ങളെ സംഭവിക്കാം. നല്ല അധ്യാപകന് എന്തുമാത്രം കരുതലും കരുണയും ക്ഷമയും വേണം. ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഒരു നുറുങ്ങ് കഥയുണ്ട്. ഒരാശ്രമത്തിലെ കുട്ടികൾ, അവർ സന്യാസികളാകാൻ പഠിക്കുന്നവരല്ല, സന്യാസിമാരുടെ ദയ കൊണ്ട് പഠിച്ചുയർത്തപ്പെടാൻ വേണ്ടി അവരവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവർ കുസൃതികളാണ്. ആശ്രമത്തിൻ്റെ മതിലുകൾ കടന്ന് രാത്രികളിൽ ഇവർ പുറത്തു പോകും. എന്നിട്ട് ഇരുളുപോലെ നടന്ന് പിന്നെ പുലരിയിൽ എപ്പോഴെങ്കിലും തിരികെ വരും. അവിടുത്തെ ഗുരുവിന് ഇതറിയാം. ഒരു ദിവസം അദ്ദേഹം എന്താ ചെയ്തത്? ഇവർ മതിൽ ചാടി അപ്പുറത്തേക്ക് പോയി. ഇപ്പുറത്ത് അവരൊരു ചെറിയ ബെഞ്ചിട്ടിട്ട് അതിൽ ചവിട്ടിയാണ് ഇറങ്ങുക. ആ ബെഞ്ച് മാറ്റിയിട്ട് ഗുരു അവിടെ കുനിഞ്ഞിരുന്നു. ഇവരെല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ശേഷം മടങ്ങി വന്ന് ഈ മതിലിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ കുനിഞ്ഞു നിൽക്കുന്ന ഗുരുവിൻ്റെ മുതുകത്താണ് ചവിട്ടുന്നത്. പൊള്ളിപ്പോയി, സങ്കടവും വന്നവർക്ക്. അപ്പോൾ അവർ പിന്നീട് ഗുരുവിനോട് ചോദിക്കുന്നു, അങ്ങേക്ക് നൊമ്പരം വന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമുണ്ടാക്കുന്ന നൊമ്പരത്തേക്കാൾ വലിയ ദ്രോഹമൊന്നുമല്ലല്ലോ എനിക്കുണ്ടായത്. അതുകൊണ്ട്
എന്നെ ദ്രോഹിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, സ്വയം ദ്രോഹിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതൊരു വലിയ പാഠമാണ്. ഇതുപോലെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന അധ്യാപകരെയാണ് നമുക്ക് വേണ്ടത്. ഒരു ആശ്രമത്തിലെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. സന്ദർശകനായി വന്ന ഒരാൾ ചോദിച്ചു, ഇവർ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം എന്താണ്? ഗുരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വീഴും, ഞങ്ങൾ എഴുന്നേൽപ്പിക്കും, അവർ വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽപ്പിക്കും, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽപ്പിക്കും. അവർ വീഴുന്നതും കണ്ടിന്യൂ ചെയ്യുന്നു, ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതും കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അത് തന്നെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോഴൊക്കെ വീഴും, പിന്നെ എപ്പോഴോ ഒരിക്കൽ അവരുടെ കാലുകൾക്ക് ബലം വരും, അതുവരെ അവർ വീഴും. വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, അതാണല്ലോ ഗുരു നൽകുന്ന ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാരാളം ഗുരുക്കൾ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു പുണ്യമായിട്ടാണ് കരുതപ്പെടേണ്ടത്. അങ്ങനെയുള്ള ഗുരുക്കൾ ധാരാളം പേര് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ജീവിതത്തിലും കുറേ ഇരുൾ നേരങ്ങൾ വരുന്നത്. പ്ലേറ്റോ, അദ്ദേഹം വലിയ ടീച്ചറായിരുന്നല്ലോ. വലിയ ടീച്ചറായിരുന്ന അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അന്ത്യമൊഴിയായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ചോദ്യങ്ങളുള്ളവരായിരിക്കണം, ഒരിക്കലും ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തരാകരുത്, ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുക. നല്ല അധ്യാപകൻ ഇങ്ങനെയാണ്. നല്ല അധ്യാപകൻ കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അത്രക്ക് ബുദ്ധിയില്ലാത്തൊരു അധ്യാപകനാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾ പേടിക്കും. അപ്പോൾ നിങ്ങളുടെ പേടി മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ അവിടെ വലിയ ധൈര്യം കാണിച്ച് വലിയ ധൈര്യത്തോടു കൂടി അവരുടെ ചോദ്യങ്ങളെ കെടുത്തിക്കളയും. ചില അധ്യാപകർ അവരുടെ അറിവില്ലായ്മ ഭയങ്കര കോപമായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റാണ്, ആരും ഒന്നും വേണ്ടിക്കൂടാ. പിൻ ഡ്രോപ്പ് സൈലൻസ് ശ്മശാനമോഹതയാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ശ്മശാനമോഹതയല്ല ഉണ്ടാകേണ്ടത്. അവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റിൻ്റെ സ്വരമാണ് ഉയരേണ്ടത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ക്ലാസ് റൂമുകളിൽ എന്ന ചോദ്യം ചോദിക്കാം. നല്ല അധ്യാപകരുണ്ടാകട്ടെ, നല്ല വിദ്യാർത്ഥികളുണ്ടാകട്ടെ, ക്ലാസ് റൂമുകൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഇടങ്ങളായി മാറട്ടെ. നല്ല യാത്ര നേരുന്നു.